35 വർഷക്കാലമായി പട്ടയം നിഷേധിക്കപ്പെട്ട വൈക്കം ചെമ്മനത്തുകര IHTP നഗറിലെ 35 പട്ടികവർഗ കുടുംബങ്ങളുടെ കിടപ്പാടത്തിന് ഉടൻ പട്ടയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വൈക്കത്ത് ആദിവാസി ഭൂ അവകാശ സമിതി റോഡ് ഉപരോധം സമരം നടത്തി. കഴിഞ്ഞ 300 ദിവസമായി വൈക്കത്ത് താലൂക്ക് ഓഫീസിന് മുന്നിൽ ഇവർ സമരത്തിലാണ്. മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ സാറ് പറഞ്ഞ മാറി അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. എന്ത് കാര്യമായിരിക്കും മാറാനായിട്ട്? ഞങ്ങൾ ഇത്രയും ദിവസം ഈ 257 ദിവസം ഈ തെരുവിൽ വെയിലും മഴയും കൊണ്ട് കിടന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ഭരണകൂടങ്ങളോട് റിപ്പോർട്ട് ചെയ്തില്ല? അവരവിടെ വിശന്ന് കിടക്കുന്നു, പട്ടിണി കിടക്കുന്നു. അവർക്ക് കിടപ്പാടമില്ല, അവരുടെ കിടപ്പാടത്തിന് പട്ടയം നൽകണം. ഇന്നും ആ കോണിയുടെ ശോചനാവസ്ഥ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. അപ്പൊ ഒരു റോഡ് ഉപരോധം ചെയ്തപ്പോൾ ഇവിടുത്തെ വലിയ വേരാളന്മാർക്ക് പോകാനുള്ള പരിസാധനം ഇല്ലാതെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാൻ, ഞങ്ങൾ മാറി നിൽക്കാൻ തയ്യാറില്ല. കാരണമുണ്ട്, ഇന്ന് ഇവിടെ ആദിവാസി എന്നുള്ള മുദ്ര കുത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ കാഴ്ചക്കാരെ നിർത്തിയിരിക്കുകയാണ് ഞങ്ങളെ. പക്ഷെ ഇനി അത് മുന്നോട്ട് വിടാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ സമയത്തിന്റെ ഭാവോരീതികൾ ഞങ്ങൾ മാറ്റിയിരിക്കും. കാരണം ഇത് പറയുന്നത് ആരെന്നറിയാമോ? അയ്യങ്കാളിയുടെ ചെറുമക്കളായ ഞങ്ങളാണ് പറയുന്നത്. ഇത്ര നാൾ നിങ്ങൾ കണ്ട കാഴ്ചപ്പാട്, ഇത്ര നാൾ ഞങ്ങൾ നോക്കൂറ്റി പോലെ ബസ്സിൽ പോകുമ്പോഴും വഴിയെ പോകുമ്പോഴും അവിടെ ചെറിയൊരു കൂടാരം ഇരിക്കുന്നു, അതിനകത്ത് 5-6 പേരിരിക്കുന്നു. അതെന്തിനൊന്നും നോക്കുന്നില്ല. ഒരു സമരമാണ്, എത്ര ദിവസമാണെന്ന് നോക്കുന്നത്. ഇന്ന് വരെ ഇവിടുത്തെ MLA, അതെ, അവരൊരു പട്ടികജാതി സ്ത്രീയല്ലേ MLA എന്ന് പറയുന്നത്. ഭൂ അവകാശ സമിതി 22/7/2024 പ്രഖ്യാപിച്ച റോഡ് ഉപരോധ സമരം കൃത്യം 10:30 തന്നെ ആരംഭിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷനായി അപ്പു കാപ്പിൽ നിർവഹിക്കുകയും ഉദ്ഘാടനം നടത്തിയത് കേരളത്തിലെ ആദിവാസി സംരക്ഷണ സംഘത്തിന്റെ അധ്യക്ഷൻ ശ്രീ മാരിയപ്പൻ നീലിപ്പാറയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീജ സംസാരിക്കുകയും തുടർന്ന് റോഡ് ഉപരോധം നടത്തുകയും ചെയ്തു. റോഡ് ഉപരോധ സമരത്തിൽ വളരെ ശക്തമായി തന്നെ 35 പട്ടികവർഗ കുടുംബക്കാർക്ക് ഈ 35 വർഷമായി നിഷേധിക്കുന്ന അവരുടെ കിടപ്പാടത്തിന്റെ പട്ടയം ഉടൻ നൽകണമെന്നും, ഈ സമരത്തിൽ ശക്തമായി ഉന്നയിച്ച മറ്റൊരു കാര്യം, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് 24 കുടുംബങ്ങൾക്ക് മാത്രം പട്ടയം നൽകുവാനുള്ള ഒരു തീരുമാനം അവർ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങണമെന്നും മുഴുവൻ കുടുംബങ്ങൾക്കും ഉടൻ തന്നെ പട്ടയം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ആദിവാസി